ഹലോ ഗൈസ്, ഗൈസ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ ആണ്. എല്ലാവർക്കും നമ്മുടെ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ നമ്മള് സനി ചേട്ടന് രഞ്ജിത്തേട്ടന് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങള് കുറ്റിയടിക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഓല അറിയില്ല, ഞങ്ങള് വേറൊരു സാധനം വാങ്ങണമെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. വലുതായിട്ടൊന്നുമില്ല, ചെറിയൊരു സർപ്രൈസ്, ചെറിയൊരു ഗിഫ്റ്റ്, നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഗിഫ്റ്റ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ നേരെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അത് എവിടെയാണെന്ന് നമ്മൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. എന്തായാലും അവർക്ക് രണ്ടാൾക്കും ഒരു സംശയം ഇതുവരെ ഇല്ല. നമ്മൾ 2:30 അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറ്റിയോടെ എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതാ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കാര്യമുള്ള അവരറിയില്ല. ഇല്ല. അപ്പൊ നമ്മള് 2 ദിവസമായിട്ട് ചെറിയൊരു പ്ലാനിങ് എല്ലാം ഒപ്പിച്ചിങ്ങനെ നിൽക്കുന്നതാണ്. അപ്പൊ നമ്മളെന്തായാലും ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന വണ്ടി ഇവിടെ ഉണ്ട്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് കാണാം. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ആള് ഇവിടെ ഇല്ല, ഇപ്പം വരൂന്ന് പറഞ്ഞിട്ടുണ്ട്. വിളിച്ചേരോ? നമ്മൾ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഫ്ലവറാണ്. പിന്നെ നമുക്ക് ചെറിയൊരു ചോക്ലേറ്റും കൂടി വാങ്ങണം. നമ്മൾ 2 ഡയറി മിൽക്കും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇതുവരെ ഓലിക്ക് സംശയമൊന്നും ആയിട്ടില്ല. അപ്പൊ അവിടുന്ന് ടിക്കറ്റ് എടുക്കുന്ന, ഇങ്ങോട്ടേക്ക് കയറാൻ ടിക്കറ്റ് എടുക്കണ്ട ഇവിടുന്ന്. അപ്പൊ അപ്പൊ നമ്മൾ ഇപ്പുറത്തുനിന്ന് അവിടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള നോക്കലാണ്. ഇതിലൂടെയാണ് തോന്നുന്നു പോകേണ്ടത്. ഹലോ ഗൈസ്, ആള് കുറവാണ്. ഇന്ന് ആള് കുറവുണ്ട്. അല്ല, നിങ്ങള് വാലന്റൈൻസ് ഡേ ആയിട്ട് ഞാക്കൊന്നുമില്ല, ഞാക്ക് ഗിഫ്റ്റ് ഒന്നുമില്ല. വേണ്ടായിരുന്നു. എന്തായാലും അടിപൊളി സ്ഥലമാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ നമുക്ക് വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പറയാനുള്ള അടിപൊളി സ്ഥലമാണ്. ചെറുതായിട്ടൊന്ന് പാളിക്കുണ്ടോന്നൊരു സംശയം, എന്തോ ഒരു ഡൗട്ട് ഉണ്ട് രണ്ടാക്കും. ഇങ്ങനെ ഞങ്ങളോട് വർണ്ണിക്കാനും, നിങ്ങൾക്ക് രണ്ടാക്കും കള്ളത്ര ഒളിപ്പിക്കുന്ന അറിഞ്ഞൂടാന്നല്ല ഇപ്പം ഞാൻ വർണ്ണിക്ക്. ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഞങ്ങൾ പിടിച്ചു നിന്നിക്ക്. എന്തോ ഒരു ഡൗട്ട് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും നമ്മള് സർപ്രൈസ് ആയിട്ട് തന്നെ വന്നതാണല്ലോ, അപ്പൊ സർപ്രൈസ് തന്നെ കൊടുക്കാം. ഇതിലൂടെ വേണം അപ്പുറത്തേക്ക് പോവാ. അത്യാവശ്യം വെള്ള പലയിടങ്ങളിലായിട്ടും കാണുന്നുണ്ട്. ഇപ്പൊ വാലന്റൈൻസ് ഡേ ആയിട്ട് എന്താണ് പറയാനുള്ളത്?
ഹാപ്പി വാലന്റൈൻസ് ഡേ. സമ്മാനമൊന്നുമില്ല കേട്ടാ, സർപ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല. അതെന്താ അങ്ങനെ? നാളെ കിട്ടിയില്ലെങ്കിൽ വലിയ സമ്മാനം കൂടുതലായിട്ടൊന്നും പറയണ്ടല്ലോ ചേട്ടാ. കൂടുതലായിട്ടൊന്നും പറയിപ്പിക്കണ്ടല്ലോ ചേട്ടാ, കൂടുതൽ നല്ലത്. അപ്പൊ നാളെ വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് എന്താന്ന് കണ്ടേ? എന്തായാലും സമ്മാനല്ലേ കജ്ജി. ഞാൻ മുട്ടിമുട്ടിയില്ല. അത് ഞാനല്ലേ തരണ്ടേ? ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. എങ്ങനെയാ ഇത് കൊടുക്കണ്ട എന്താന്നൊരു ഐഡിയ ഇല്ല. പോലെ അങ്ങ് നിൽക്കണ്ട്. എന്തൊക്കെയോ ഡൗട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് എന്തെല്ലാം ഒരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നമുക്ക് ഇങ്ങനെയെങ്കിലും അങ്ങ് കൊടുക്കാല്ലേ? കൊടുക്കാം. അവിടെ പോയി ഇരുന്നിട്ടുണ്ട് രണ്ടാളും. പിന്നെ കൊടുക്കാതെ കൊടുക്കാണ്ട് ഒരു വിഷയട്ടോ. എന്തായാലും നമ്മള് വിചാരിച്ചിട്ടുള്ള ഒരു സർപ്രൈസ് ആയിക്കില്ല. ഒന്നാമത് പക്ഷെ എന്തോ ഉണ്ടെന്ന് അത് ഒന്നാമത് ഞാളെ ഫേസും ഞാളെ ഒരു കള്ളക്കളിയും എല്ലാം കൂടി എന്തോ ഒരു ഡൗട്ട് പോലെ ഉണ്ട്. നമുക്കൊന്ന് സെറ്റ് ചെയ്യല്ലോ എന്നാലേ. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നൊരു ഐഡിയ ഇല്ല. ഓല അങ്ങ് പോയിട്ട് നിക്ക. ഹലോ. ഒന്നും തിരിയാത്തതുപോലെ ഇരിക്കുന്ന രണ്ട് നടന്മാർ. എന്താണ്? ഞാക്കൊരു ചോക്ലേറ്റ് പോലും വാങ്ങി തന്നിട്ടില്ലല്ലോ. വാങ്ങി തരാലോ, സമയം കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയൊന്നല്ല. നമ്മള് പോന്നല്ലേ ഇപ്പൊ. എന്താ പരിപാടി? ഞാക്കെന്തോ വാങ്ങിക്കുന്നല്ലേ? നിങ്ങളെന്തോ ഒരു ചിരി കുറ്റിയാടി പോയി രണ്ടാളും പോയിക്കാ. എന്തോ കേക്കിന്റെ സാധനം വേണമെന്നൊക്കെ പറഞ്ഞാ പോയി. അത് ഞാൻ കേക്കിന്റെ സാധനം വാങ്ങാൻ വേണ്ടി പോയാ. ആയിക്കോട്ടെ. കേക്കിന്റെ സാധനം പാലോട്ടി എടുത്ത് ഒന്നും വാങ്ങിക്കില്ല. ഒന്നും വാങ്ങിക്കില്ല. സീരിയസ് ആയിട്ടൊന്നും വാങ്ങിക്കില്ല. നിങ്ങൾ ഞാക്കെന്നാ വാങ്ങിയേ? നാളൊന്നും വാങ്ങിക്കില്ല. മോശാട്ടാ. പ്രത്യേകിച്ച് നമ്മളെ ലവ് മാരേജാ രണ്ടാൾക്കാരത്. സമയമുണ്ടല്ലോ, ഇന്ന് വാങ്ങിത്തരാലോ. അങ്ങനല്ല, പണ്ട് പ്രേമിക്കുന്ന സമയത്ത് വാലന്റൈൻസ് ഡേ ഒക്കെ അമ്മോ ചോക്ലേറ്റ് എല്ലാം വാങ്ങി വരുവേനെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ അതൊന്നുമില്ല. അല്ല, നമ്മളിപ്പോ ലേറ്റ് ആയി പോകുന്ന ഇങ്ങനെ ഒരു സ്ഥലത്ത് എത്തി. ഇവിടുന്ന് കുറച്ചു നേരം എൻജോയ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ചുണ്ടല്ലോ, വാങ്ങിത്തരാലോ. അല്ലേ അറിയാടാ? സമയമുണ്ടല്ലോ. നമ്മളെ ഗിഫ്റ്റ് കൊടുത്താലോ? എന്തായിരിക്കും? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. നിങ്ങള് സർപ്രൈസ് ആയിട്ടുണ്ടെങ്കിൽ എന്നായിരിക്കും? നേരത്തിന് വാങ്ങിയതാ? നേരത്തിന് വാങ്ങിയത് ഡ്രസ്സായിരിക്കും. അല്ലെങ്കിൽ പിന്നെ വേറെന്താ ഉപയോഗിക്കുക? ഏറ്റവും ഇഷ്ടമായിരുന്നാ? എനക്കാ അങ്ങനെ ഏറ്റവും ഇഷ്ടമില്ല, എല്ലാം ഇഷ്ടമല്ലേ. സനി ചേട്ടൻ എന്നായിരിക്കും? അതല്ലേ ചോദിച്ചേ. എന്തായിരിക്കും? എനക്ക് വന്നൊരു ടീഷർട്ടാ എനിക്ക് തോന്നുന്നു. ഞാൻ കഴിഞ്ഞ ദിവസത്തെ ഷോപ്പിങ്ങിന് അന്ന് പോയ താഴ്ന്ന ടീഷർട്ട് ഇങ്ങനെ കണ്ടുവച്ചു. വല്ല ഹൈ റേഞ്ചാ, ഭയങ്കര ലെവൽ കാര് പിടിക്കുന്നത്. അങ്ങനത്തെ ഒന്നല്ലേ? ഐസ്ക്രീം ആയിട്ടായിരിക്കും. ഐസ്ക്രീം കുറ്റിയാടി ഇത്രയും സമയം ഇവിടെ എത്ര ഇത് നോക്കണം. ഒരു ക്ലൂ തരുവാ? വാലന്റൈൻസ് ഡേ ഒക്കെ ഫ്ലവർ. അങ്ങനെ ഇപ്പം പറഞ്ഞാല് വേറെന്തെങ്കിലും പറ. കപ്പ്. എനിക്ക് വന്നൊരു കപ്പ്, അതിന്റെ മുകളില് നല്ല ഹാപ്പി വാലന്റൈൻസ് ഡേ, പെൺകുട്ടിയുടെ സ്ഥിരം നമ്പർ. പറ തരൂ പ്രിയതമേ. തരുന്നില്ല. തരൂ പ്രിയതമേ. പരിപ്പോടെ ചായമായി തരും. എന്നിട്ട് അതാ ഞങ്ങക്ക് വാലന്റൈൻസ് ഡേക്ക് തരുന്നത്. കൊണ്ടുവന്നില്ലല്ലേ? സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല. നിങ്ങൾ പറഞ്ഞോ എന്നാ വേണ്ടത്, എവിടെയാ പോണോ അല്ലെങ്കിൽ എന്നാ വേണ്ടത് പറഞ്ഞോ. ഇന്നിപ്പോ പറയാ, നിങ്ങൾക്ക് പറയാ. അതിലും വലിയ ഗിഫ്റ്റ് എന്നാ വേണ്ടിയല്ലേ? നിങ്ങളിപ്പോ പറഞ്ഞോ, നിങ്ങൾക്ക് എവിടെയും പോണോ
ഇന്ന് പോണോന്നല്ല, എപ്പോ നിങ്ങൾക്ക് പോകേണ്ട ഒരു ആഗ്രഹം അല്ലെങ്കിൽ എന്താ സാധനം വേണ്ടത് ഇഷ്ടപ്പെട്ടെ എന്തെന്നാ ഇപ്പൊ തോന്നുന്നത് പറഞ്ഞോ. ഇപ്പൊ നിങ്ങൾക്ക് അതിനുള്ള ഒരു അവസരം അത് പോരാ. അതിലും വലിയ ഇഷ്ടം കോൾ അടിച്ചല്ലോ. മറക്കൂല അങ്ങനെ സംഭവം ഉണ്ട്. മറക്കൂല. അല്ല ഒന്നുമില്ല, അത് തന്നാലും തന്നില്ല. ഞാൻ പറയുന്നത് എന്റെ ഗിഫ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് തരുന്നത് എന്ത് വേണമെങ്കിലും പറയാം, എന്ത് വേണമെങ്കിലും ഇന്ന് പറയാം. എവിടെ പോണെങ്കിലും പോവാ വേണ്ടെങ്കിൽ ഇന്ന് പോവാനല്ല, ഇനിയിപ്പം ഒരവസരം തരുന്നതാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സാധനം വാങ്ങി തരുമ്പോൾ പറയാം, അല്ലെങ്കിൽ എവിടെയും പോകാൻ പറയാം, അല്ലെങ്കിൽ എവിടെയും പോണോ എന്ന് അതിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ പറയാം. ഓക്കെ, അത് ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, അടുത്ത സനീഷേട്ടൻ കൊടുക്കത്താഗ്രഹം നോക്കറിയാം എന്നെ കൊണ്ട് താങ്ങാൻ വരുന്നോളൂ പറയുന്നു. ഈ ഒരു ധൈര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. അടുത്ത സനീഷേട്ടൻ പറഞ്ഞോ. സനിയേട്ടൻ പറഞ്ഞോ, നിങ്ങളെ ഇഷ്ടം എന്നാ നോക്കുള്ളേ? എനിക്ക് ഏറ്റവും ഇഷ്ടം സംഭവം നമുക്ക് ചെയ്യാം. ഏറ്റവും ഇഷ്ടമുള്ള അമ്പിളിമാനെ പിടിക്കൊന്നും പറയണേ, അത് പിടിക്കാനാവില്ല. നമ്മള് ഗിഫ്റ്റ് കൊടുക്കല. 1 2 3 താങ്ക് യു ഹാപ്പി വാലന്റൈൻസ് ഡേ. താങ്ക് യു. ഒരുപാട് കാലം ഇങ്ങനെ കിട്ടാത്ത തങ്ങളുടെ സ്നേഹം പ്രകടനക്കോ. ശരിക്കും അധികം വേണ്ട. ഇപ്പൊ എന്ത് പറയുന്നു? എന്ത് പറയാനാ, എന്തായാലും ഞെട്ടിച്ച് ഞാളിതൊക്കെ തന്നില്ലേ? കാരണം നിങ്ങൾ വാങ്ങുന്നൊന്നും വിചാരിച്ചില്ല. കേക്കിന്റെ സാധനം വാങ്ങിട്ടല്ലേ പോയല്ലേ? ഇതിലേക്ക് എന്നാലും ഞെട്ടിച്ച്. ഇനിയിപ്പോ നിങ്ങൾ ആഗ്രഹം പറ. ആഗ്രഹം പറ. ഒറിജിനലാ? ഒറിജിനലാ? അതല്ലേ സ്മെല്ല്. പറ. ഇത്രയും നേരം പ്ലാസ്റ്റിക് ആണെന്ന് വിചാരിച്ചിട്ട് രണ്ട് മുത്തിന് തിന്നുന്ന അങ്ങനല്ലേ? ആർക്കൊരു കഷ്ണം തരുക? സംഭവം അങ്ങക്ക് തന്നതാണെങ്കിലും ഒരു കഷ്ണമെങ്കിലും. നിങ്ങളോ ഞങ്ങക്ക് തന്നില്ല, എന്നാലും ഞാള് തന്നതിന്റെ ഒരു കഷ്ണെങ്കിലും. സ്വിറ്റ്സർലാൻഡ് എനിക്ക് വേണ്ടത്. എപ്പോ? എനിക്ക് സ്വിറ്റ്സർലാൻഡൊന്നും വേണ്ട, എനിക്ക് നൂട്ടി പോയാൽ മതി. ചേട്ടാ സ്വിറ്റ്സർലാൻഡ് പോണെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെ നല്ല കിട്ടുന്നുണ്ടാവൂല. ടേസ്റ്റ് ഉണ്ടോ? ഇനി എന്താ പറയാനുള്ള? പ്രതീക്ഷിച്ചോ എന്തെങ്കിലും? ഒന്നും പ്രതീക്ഷയില്ല. നോർമലി ഒരു വീഡിയോ എടുക്കുമ്പോൾ അല്ല, അങ്ങക്ക് എപ്പ ഡൗട്ട് തോന്നിയ? ഡൗട്ട് തോന്നിയത് ഇനി മേഘനെ വെച്ചില്ലേ ഇവിടെ എത്താൻ നോക്കുമ്പോൾ മേഘ ഓടിപ്പോയില്ല. ഞങ്ങളായിരുന്നു ഓടിപ്പോയിട്ട് ആടെ നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കി, ഒരു കള്ള നോട്ടം നോക്കി മേഘ. മേഘന്റെ നോട്ടം എല്ലാം പോയത്. നമ്മള് വരുന്നുണ്ടോന്ന് ഒരു കള്ള നോട്ടം നോക്കി. എനിക്ക് ഡൗട്ട് അടിച്ചു. അപ്പൊ തനി എന്നോട് മഞ്ഞ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ. മേഘന്റെ നോട്ടമാണെല്ലാം. ഊട്ടി ഞാൻ സഫലീകരിച്ചു ഒരാഴ്ചനുള്ളിൽ. ഒരാഴ്ചനുള്ളിൽ ചൂട്ടിയില്ല പോണ്ടേ മേഘ? ചൂട്ടി പോകുമ്പോൾ ഞാളെ കണ്ടാലും കൂട്ടുവാ? ഇല്ല. അതൊന്നും ഒടുക്കത്താഗ്രഹം. ആഗ്രഹം എല്ലാരും കൂട്ടി പോയല്ലോ. ആഗ്രഹം ഉണ്ടാവും. ഒറ്റക്ക് പോയാൽ ആഗ്രഹം രണ്ടാകും. രണ്ടാളും നിങ്ങൾ ഒരു മനസ്സ് രണ്ട് ഹൃദയല്ലേ? ഞാനെന്തായാലും ഒന്നിക്കെങ്കിലും ഇവിടെ കരിയാത്തും പറ. നമ്മൾ എവിടെ സ്ഥലം ഇത് പറഞ്ഞിട്ടില്ല അല്ലേ? അത് മറന്നുപോയി. ഇത്
ഒന്ന് പറഞ്ഞു കോഴിക്കോട് കൊടുക്കാം. ജില്ലയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കരിയാത്തും പാറയാണുള്ളത്. കുറേ വീഡിയോസ് ഇതിന്റെ ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ വെച്ചാൽ നമുക്കിപ്പം ഒരു ഫുഡൊക്കെ ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ അതിന് പറ്റിയ എല്ലാ ഒരു ഏരിയകളും ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ ഫുഡ് കൊണ്ടുവന്നിട്ട് നമുക്ക് കഴിക്കാം. വേറെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം കാം ആൻഡ് ക്വയറ്റ്. അടിപൊളിയാണ്. എൻട്രി ഫീ ഉണ്ട് ഇപ്പൊ എൻട്രി ഫീ അതില്ലേനോ ഇപ്പൊ എൻട്രി ഫീ 30 രൂപ. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് കക്കയം ഡാമിലേക്ക്? ഇവിടുന്ന് 14-15 അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഇതിന്റെ ഇങ്ങോട്ടേക്ക് എങ്ങനെയാ പോകേണ്ടത്? പിന്നെ കക്കയം ഡാമിന്റെ താഴെയായിട്ട് കിടക്കുന്ന പരന്ന് കിടക്കുന്ന സ്ഥലം അടിപൊളിയാണ്. ഇവിടെ ഒരുപാട് ആൾക്കാരുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നുണ്ട് അവിടെ. വെഡിങ് ഫോട്ടോഷൂട്ട് ബർത്ത്ഡേ ഫംഗ്ഷൻ എല്ലാം നടക്കുന്നുണ്ട് അവിടെ. ഫാമിലിയിൽ അധികം വന്നിട്ട് ഫുഡൊക്കെ എടുത്ത് വന്നിട്ട് ഇവിടുന്ന് കഴിക്കുന്നതാണ്. ഇന്ന് ഒരുപാട് കപ്പിൾസ് അങ്ങനെ ലവേഴ്സിനെ കണ്ടിട്ടുണ്ട്. ദിവസം അങ്ങനെയാണല്ലോ. എന്തായാലും അടിപൊളിയായി. ഞങ്ങള് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ച് അതേനു പ്ലാൻ ചെയ്തത്. അപ്പൊ ബീച്ചിലേക്ക് എത്താനുള്ളൊരു സമയമില്ലായിരുന്നു. ഉച്ചക്ക് സനീഷേട്ട പണി എടുത്തോണ്ടിരിക്കുമ്പോ അവിടുന്ന് പാതി ഇട്ടേച്ചിട്ട് പോകുന്നതാ. അതുപോലെ തന്നെ രഞ്ജിത്തേട്ടനോ അങ്ങനെ തന്നെ വന്നതാ. അപ്പൊ നമുക്ക് ബീച്ചിൽ ഓടി എത്തേണ്ട ഒരു സമയം ഉണ്ടായിരുന്നില്ല. രാത്രി എത്തിക്കഴിഞ്ഞാല് ക്ലിയറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ആകാന്ന് വിചാരിച്ചു. എന്തുകൊണ്ടും ഇന്നത്തെ ഈ ദിവസം ബീച്ചിനേക്കാൾ ബെറ്റർ ഇവിടെ അല്ലേ? അടിപൊളിയാണ്. ഇവിടെയാണ്. ഇവിടെ ആകുമ്പോ തിരക്കും ഒന്നുമില്ല, വണ്ടീനെ ഇറങ്ങാറില്ല, ഒന്നുമില്ല. നല്ല രസമുണ്ട്. ഇവിടെ 5:45 വരെയാണ് എൻട്രി ടൈം. ടിക്കറ്റ് കൊടുക്കും. അത് കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിക്കാൻ തോന്നും. അങ്ങനെ പോലും പറഞ്ഞേ. അവിടുന്ന് ടിക്കറ്റ് 5:30 വരെ തരുമോ? എന്നാലും നമ്മൾ വിചാരിച്ചതിന്റെ ഓട്ടുള്ള ഒരു സർപ്രൈസ് ആയിട്ടൊന്നും നടന്നിട്ടില്ലെങ്കിലും അതിബുദ്ധിമാന്മാരായത് കൊണ്ട് തന്നെ എന്തായാലും കണ്ടുപിടിച്ചു. നമുക്ക് ഇത്ര പോലും ചെയ്യാനാവുന്നു വിചാരിച്ചില്ല. ഇവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ എത്തിക്കുന്നുള്ള വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. വീഡിയോ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന അങ്ങനെ വരുമ്പോ ചോദിക്കുന്നുണ്ട്, പിന്നെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് എന്തിന്റെ വീഡിയോ എടുക്കാനാ പോകുന്നത്. അത് നമുക്ക് ആടെ തിരിയുന്ന വാലന്റൈൻസ് ഡേ അല്ലേ, നമുക്ക് ഇങ്ങനെല്ലാം പറയാലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങ് കൂട്ടി വന്ന്. എന്തായാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കി. ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ എന്നാ വേണ്ടേന്ന് എല്ലാം എവിടെയാ പോണ്ടേന്നുള്ള പറയാനാണ്. അപ്പൊ മേഘ ഊട്ടി പറഞ്ഞേ, ഞാൻ സ്വിറ്റ്സർലാൻഡ് പറഞ്ഞ അത് അയ്യോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. അപ്പൊ എന്തായാലും നമുക്കിപ്പോ പെട്ടെന്ന് അടുത്ത് പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലം ഊട്ടിയാണ്. ക്ലൈമറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലം ഊട്ടിയാണ്. പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിനോട്. അത് നടക്കെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് വീഡിയോ ആയിട്ട് എടുക്കും. അതെന്താണ് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ എന്താ പറയണ്ട എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാവർക്കും ബൈ ബൈ.